بسم الله الحمد لله والصلاة والسلام على رسول الله ما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أستغفر الله ربي من ذنبي وأتوب إليه. اللهم ما مننت به عليه فأتممه ومن عمد به عليه فلا تسلبه وما افترضته فلا تحتقه وما علمته فاغفره. محترم رمضان میں ساتھیوں پیارے بچوں میرے ماں بہنوں بچی السلام علیکم ورحمۃ اللہ وبرکاتہ. السلام علیکم. اللہ رسول صلی اللہ علیہ وسلم درود پاک سرکار پاک میں اتنی دعا ہے کہ نبی اسلام کے پر یا رسول اللہ وسلم علیک یا حبیب اللہ صلی اللہ علیک یا رسول اللہ صلی اللہ علیک یا وسلم علیک یا حبیب اللہ. اٹھی نظر تو ان کے کرم پر کہ گر گئی دل کیا سنور گیا میری قسمت سنور گئی. اجرے نبی میں غم نبی میں آگاں تو بے اثر گئی تڑپے جو ہم یگا تو مدینے خبر گئی. ہمیں مصطفیٰ جس کے سینے میں غم مصطفیٰ جس کے سینے میں گئے کہیں بھی رہے وہ مدینے میں کہیں بھی رہے وہ مدینے میں گئے. ہمارا ایمان حضور اپنی محفل میں ہے جلوہ گر حضور اپنی محفل میں ہے جلوہ گر سمجھ لو اے محفل مدینے میں سمجھ لو اے محفل مدینے میں. صلی اللہ علیہ یا وسلم علیک یا حبیب اللہ. بولو اللہ بولو اللہ اللہ. എല്ലാവരോടും അല്ലാഹു എന്ന ദിക്ർ ചൊല്ലാനാണ് പറയുന്നത്. ഇന്നറ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സാണ്. അതുകൊണ്ട് ആരും മടിക്കാതെ നമ്മളുടെ സിറാജുൽ അൻവർ പറയുന്ന രൂപത്തിൽ എല്ലാവരും നല്ല ആവേശത്തിൽ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് മർഹബ പറയാൻ പറയുമ്പോൾ മർഹബ പറയണം. മറ്റു ദിക്റുകളും മറ്റുമൊക്കെ ചൊല്ലാൻ പറയുമ്പോൾ അത് നല്ല ആവേശത്തിൽ ചൊല്ലിയെങ്കിൽ മാത്രമേ സദസ് നല്ല റാഹത്തിൽ മുന്നോട്ട് പോകും. അതുകൊണ്ട് ആരും മടിക്കരുത്. സർക്കാരി കി ആമദ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബ് തങ്ങളുടെ സദസ്സാണ്. അതുകൊണ്ട് ആരും മടിക്കേണ്ടതില്ല. അപ്പുറത്ത് ജ്യേഷ്ഠനാവാം അനുജനാവാം കൂട്ടുകാരനാവാം ഉപ്പയാവാം. പക്ഷേ ഹബീബ് തങ്ങളുടെ മുന്നിൽ അതൊന്നും വിലപ്പോവില്ല. ഇന്നലെ നമ്മൾ എന്തൊക്കെ പ്രാട്ടികൾ കൊണ്ടു ഏതൊക്കെ നേതാക്കന്മാർക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഊക്കി വിളിച്ചു ജിന്ദാബാദ് വിളിച്ചു. പക്ഷേ നമ്മളുടെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരാളും മടിക്കരുത്. ഹബീബ് തങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന ബോധത്തോടെ നല്ല ആവേശത്തിൽ കൈ ഉയർത്തിക്കൊണ്ട് തന്നെ മർഹബ പറയണം. ചില്ലറക്കാരൻ്റെ നാഴ്ത്തൊന്നുമല്ല. ബഹുമാനപ്പെട്ട ഇമാം ഫാസിൽ ബറീലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ സലാം വീട്ടുമ്പോൾ നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് സലാം അടക്കാതെ ഒരു സലാമും വീട്ടിയിട്ടില്ല. ഒരു ദിവസം മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. മൂന്നാമത്തെ സലാമിൽ വീട്ടുകയും ചെയ്തു.
എല്ലാ നിസ്കാരത്തിലും അവസാനം സലാം വീട്ടുന്ന സമയത്ത് ഹബീബ് തങ്ങൾ തിരിച്ച് സലാം അടക്കും. അങ്ങനത്തെ വലിയ മഹാന്റെ ബറക്കത്തുള്ള സദസ്സാവണം. അവരുടെ ഹുദൂരിയത്ത് കൊണ്ടൊക്കെ നമ്മളുടെ മഹത്തായ സദസ്സിന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തിൽ എല്ലാവരും നല്ല ആവേശത്തിൽ വിളിക്കണം. സർക്കാരിക്ക് ആമദ്. ഇങ്ങനെ മടിച്ചാൽ എങ്ങനെ? രണ്ട് കൈയും ഉയർത്തി. സർക്കാരിക്ക് ആമദ്, ദിൽധാരിക്ക് ആമദ്, അദാ ശർമാന ചോടോ, ശർമാന ചോടോ. ഇപ്പോഴും കുറെ ആളുകൾക്ക് മടിയുണ്ട്, പൊക്കണം. പക്ഷെ എന്തോ ഒരു ഇത് അതങ്ങോട്ട് മാറ്റി വെക്കി. പുന്നാര ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ക്ക് വേണ്ടിയാണെന്ന് ഈമാൻ ഉറപ്പിൽ എല്ലാവരും ആവേശത്തിൽ ഒന്നുകൂടി വിളിക്കി. സർക്കാരിക്ക് ആമദ്, ദിൽധാരിക്ക് ആമദ്, ശർമാന ചോടോ, സർക്കാരിക്ക് ആമദ്. ഇത് മർഹബ മാത്രല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറഞ്ഞാൽ അത് ചൊല്ലണം. അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് പറയണം. അല്ലാഹു. കൈ ഉയർത്തി തന്നെ പറഞ്ഞാല് അല്ലാഹു അല്ലാഹു. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നല്ല ആവേശത്തിൽ അവസാനം വരെ നിന്നാൽ സിറാജ് എല്ലാം ഉഷാറാക്കി തരും.